റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ജെനുവിൻ ക്വാളിറ്റി, നല്ല കണ്ടീഷൻ വണ്ടി. മൈലേജ് കിട്ടിയിട്ടുണ്ട് നോർമലി ഇപ്പൊ നമുക്കൊരു 17 ആ റേഞ്ചിലൊക്കെ നമുക്ക് മൈലേജ്. ബാംഗ്ലൂർ ടു കോഴിക്കോട് നോക്കിയിട്ട് 17-18 അതിലെ മൈലേജ് വരുന്നതാണ്. സ്റ്റോക്ക് കണ്ടീഷനാ, ഒരു റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഹെഡ്ലൈറ്റ് ഒരു സാധനം റീപ്ലേസ് ഇല്ല. 2013 ഒറിജിനൽ കേരള വാഹനമാണ് 220D E220D ആണ്. അടുത്തത് റീവണ്ടികളുടെ രാജകുമാരൻ, ഇപ്പോഴത്തെ രാജകുമാരൻ ഇന്നോവ ക്രിസ്റ്റ. ഒരു കാലത്ത് ഇന്നോവ ആയിരുന്നു. എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2019 ആണ്. കോഴിക്കോട് നമ്പർ ആയ വണ്ടിയാണ്. കോഴിക്കോട് നമ്പറായി KL11 ഇപ്പോൾ ഉള്ളത്. ഇത് വെറും 42,000 കിലോമീറ്റർ ഡ്രിവൺ ആയിട്ടുള്ളൂ വിത്ത് സർവീസ് ഹിസ്റ്ററി. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പുറകിൽ പ്രീമിയം വാഹനമുണ്ട്, അതേപോലെ തന്നെ ചെറിയ വാഹനമുണ്ട്. എല്ലാം കൂടിയുള്ള ഒരു എപ്പിസോഡാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ മുന്നേ ചെയ്തൊരു ഷോറൂമാണ് AJ വീൽസ് എക്സ്ചേഞ്ച്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ചോദിച്ചറിയാൻ സ്വാഗതം ചെയ്യാം. ജുറൈസ് ഭായ്, ഗുഡ് മോർണിംഗ്. സ്വാഗതം. കഴിഞ്ഞ വീഡിയോ റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു? നൈസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. നമ്മളന്ന് വീഡിയോ ചെയ്ത് എല്ലാ വീക്കിലും അൽഹംദുലില്ലാഹ് സോൾഡ് ആയി. അതെ, താങ്ക്സ് ടു യു ആക്ച്വലി. നമ്മുടെ പ്രേക്ഷകരോട് താങ്ക്സ് ടു ഓഡിയൻസ് ഓൾസോ. ഓക്കെ, അപ്പോൾ നമ്മളെ ഓഫീസ് വരുന്നത് KV കോംപ്ലക്സിലാണ്, കോഴിക്കോട് പാളയം ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ ഓഫീസ് വരുന്നത്. AJ വീൽസ് എക്സ്ചേഞ്ച്, AW എന്ന് പറയും. അപ്പോൾ കോഴിക്കോട് പാളയത്താണ് ലൊക്കേഷൻ വരുന്നത്. കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു 5-6 വണ്ടി ചെയ്തിട്ടുണ്ട്. ഇന്നും ഉണ്ടല്ലേ ഒരു 6 വണ്ടി. അതിൽ തന്നെ ഇന്നോവ ക്രിസ്റ്റകളുണ്ട്, കാറ്റഗറി ഉണ്ട്. എല്ലാവർക്കും നമ്മൾ ചോദിക്കാറുണ്ട്, കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ട് പ്രേക്ഷകര്. നോർമൽ വണ്ടി നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഉണ്ട്. കേരള വണ്ടിയാണ്, ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ്. അപ്പോൾ ചെറുവണ്ടികളെല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാ സെഗ്മെന്റ് വെഹിക്കിൾസും നമ്മൾ ചെയ്യുന്നുണ്ട്. ശരി, ഓക്കെ. അപ്പോൾ 2020 മോഡലാണ് 320D. ഇതിൽ ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. എത്ര ഇപ്പൊ ചോദിക്കുന്നതിന്? ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 28 ആണ്. 28 ആസ്ക് ചെയ്യുന്നത്. ഇത് മാറണമെങ്കിൽ ഏകദേശം അറൗണ്ട് 5 lakhs ബിലോ അത്രേ വരുള്ളൂ. ഇതിൽ കുറഞ്ഞ 320 കയ്യിലുണ്ടോ? പഴയ മോഡലാട്ടോ നമുക്ക് ഇതിപ്പോ 2018 ഉണ്ട്. അതായത് 320 അല്ല, സോറി 520D ഉണ്ട്. നമുക്ക് അവൈലബിൾ ആയിട്ട് ഹരിയാന നമ്പർ, സിംഗിൾ ഓണർഷിപ്പ്, 71,000 കിലോമീറ്റർ ഓടി വണ്ടി. നല്ല ക്വാളിറ്റി, ഓട്ടോ പാർക്ക് വരുന്ന നല്ല വണ്ടി, ബ്ലാക്ക് കളർ. ഏതെങ്കിലും കസ്റ്റമർ 2018 സ്റ്റോക്ക് ഉണ്ട്, അത് വേണേ കോൺടാക്ട് ചെയ്തോ. 320 പറയില്ല അല്ലേ? കുറഞ്ഞത് 320 അത് നമ്മൾ 520 പറഞ്ഞത് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 27 ആണ്. 27 lakhs ആണ് 520. ഓക്കെ, ഇതൊക്കെ റിക്വയർമെന്റ്സ് നമുക്ക് റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, നമുക്ക് എടുത്തു കൊടുക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു കസ്റ്റമറിന് 15-16 മോഡൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തു കൊടുക്കാം. നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് 2 വണ്ടി ഉണ്ട്, 14 ഉണ്ട് 16 ഉണ്ട് ഡൽഹിയിൽ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. ഫുൾ കമ്പനി സർവീസ്, അവിടെ ഫുൾ കമ്പനി സർവീസ് പോയ വാഹനമാണ്. അടുത്ത വണ്ടിയിലോട്ട് പോകാം. വീണ്ടും നമ്മൾ ബെൻസിലേക്ക് എത്തി. ഈ 220D തന്നെയാണ്. ഈ 220D ഇങ്ങനെ കൂടുതൽ വരാൻ കാരണം എന്താ? ഇവിടെ ഡിമാൻഡ് ചെയ്യാനാണോ കൂടുതലുള്ള? ഇപ്പോൾ ആളുകൾക്ക് വളരെ ഇഷ്ടമാണ് ഈ വണ്ടി. ഇത് ലോങ് വീൽ ബേസ്? അതെ, ഇത് ലോങ് വീൽ ബേസ് അല്ല, ഇത് W212 ആണ്. അതിന്റെ തൊട്ട് മുന്നേ ഉള്ള ഷേപ്പാണ്. ഇത് 2013 ആണ്. ഇത് ഒറിജിനൽ കേരള വെഹിക്കിൾ ആണ്. തേർഡ് ഓണർഷിപ്പ് ആണ്. ബട്ട് 2023 വരെ ഷോറൂം സർവീസുള്ള വണ്ടിയാണ്. കിലോമീറ്റർ ഇപ്പം 92,000 കിലോമീറ്റർ ആണ് ഡ്രൈവൺ. 82 വരെ ഷോറൂം സർവീസ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പം 2013 ആണ്. ഇപ്പൊ കസ്റ്റമേഴ്സ് ഒക്കെ നോക്കുന്ന വെച്ചാൽ എന്തെങ്കിലും മേജർ സർവീസ് വരുമോ, കാരണം 1 lakh നിയർ ബൈ ആണല്ലോ. അപ്പൊ ഇതിന്റെ ഒരു ഇതെന്താ ക്വാളിറ്റി എന്ന് വെച്ചാൽ കസ്റ്റമർ എല്ലാ വർക്കും ചെയ്തിട്ടുണ്ട്. സസ്പെൻഷൻ ഈ 1 lakhലാണ് ഈ വർക്കൊക്കെ വരുന്നത്. സസ്പെൻഷൻ മേജർ എല്ലാ വർക്കും ഏകദേശം 1.50 വർക്ക് പുറത്തുനിന്നാണ് ചെയ്തത്. അതിന്റെ ബില്ല് കാര്യങ്ങളുണ്ട്. അതെ, 150 lakhs അതായത് 1,50,000 ചെയ്തിട്ടുണ്ട് കമ്പനി. ബില്ലും കാര്യങ്ങൾ 23 വരെ സർവീസ് ഉണ്ട്. ഒന്നും മാറിയിട്ടില്ല. അതായത് അതെല്ലാം കറക്റ്റ് ബില്ലിലുണ്ട്. ഇതിന്റെ വണ്ടി സ്റ്റോക്ക് കണ്ടീഷനാ, ഒരു റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഹെഡ്ലൈറ്റ് ഒരു സാധനം റീപ്ലേസ് ഇല്ല. 2013 ഒറിജിനൽ കേരള വാഹനമാണ് 220D E220D ആണ്. ഇത് സെക്കൻഡ് ഓണർ, സോറി തേർഡ് ഓണർ ആണ്. തേർഡ് ഓണർ ആണ് വണ്ടിയിൽ. 92,000 കിലോമീറ്റർ ഡ്രൈവ് ആണ്. ഇത് നമ്മൾ പാർക്ക് ആൻഡ് സെയിൽ ആണ്. ഇത് കണ്ണൂരുള്ള ഒരു കസ്റ്റമർ നമുക്ക് പാർക്ക് ആൻഡ് സെയിലിൽ കൊണ്ടുവന്നതാണ്. വെക്കുന്നുണ്ട്. നമുക്കിപ്പോ ഇനി കാലിക്കറ്റോ ഇനിയിപ്പോ വടകര, കണ്ണൂർ, നിയർ ബൈ ഇപ്പൊ ഗൾഫിലുള്ള ആളുകളൊക്കെ ഉണ്ടാവല്ലോ. അപ്പൊ ഈ കസ്റ്റമർ ഗൾഫിലാണ്. അപ്പൊ നമ്മളെ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചതാണ്. നമ്മൾ അവർ തന്നതിന് ശേഷം നമുക്ക് ഈ മറ്റേ
ഇന്റീരിയർ ക്ലീൻ ചെയ്യാൻ ഇപ്പോൾ വീഡിയോന് വേണ്ടിയിട്ട് നമ്മൾ ഇന്റീരിയർ ക്ലീൻ അങ്ങനത്തെ കാര്യത്തിനല്ലാണ്ട് നമ്മൾ വണ്ടി എടുത്തിട്ടില്ല. നമ്മൾ അത്രയും സേഫ് ആയിട്ട് ഫോട്ടോ കസ്റ്റമേഴ്സിന് അയച്ചു കൊടുത്ത് ഇവിടെ പാർക്ക് ചെയ്യുന്നത് നമ്മളെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ പ്രേക്ഷകർക്ക് അങ്ങനെ നല്ല പ്രൈസിന് അങ്ങനെ ഉണ്ടാവല്ലോ, നല്ല പ്രൈസിന് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ കോൺടാക്ട് ചെയ്ത് നമ്മൾ ചെയ്ത് കൊടുക്കും. നമ്മൾ ഇതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് എന്നാലും 1550 ആണ്. 15,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒറിജിനൽ കേരള വണ്ടിയാണ്. കൊണ്ടുപോകാം. വേറെ ഒന്നും ചെയ്യാല്ല, ടാക്സോ കാര്യമൊന്നും ഒന്നുമില്ല. നേരെ അങ്ങനെ ഓടിച്ച് വേറെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഓൾറെഡി സർവീസ് കഴിഞ്ഞ് നിൽക്കാം. ഇത് എവിടെയാണ് രജിസ്ട്രേഷൻ വരുന്നത്? ഇത് 13 ഫാൻസി നമ്പർ 13 ആണ്. അതെ, 7007 ആണ്. ഫാൻസി നമ്പർ ആണ്. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും വിളിച്ചോളൂ. ഒരു കേരള വണ്ടി നിങ്ങൾക്ക് ഈ ഒരു 15,50,000 രൂപയ്ക്ക് കൊണ്ടുപോകാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ B320 ഉണ്ട് പറയില്ലേ, നമ്മൾ 14-16 വണ്ടി ഉണ്ടെന്ന് പറയല്ലോ. അപ്പൊ നമുക്ക് 14 വരുന്ന വെറും 35,000 കിലോമീറ്റർ ഡ്രിവൺ ആയിട്ടുള്ളൂ. സ്റ്റോക്ക് ഉണ്ടെന്ന് പറയല്ലോ. 320 അത് 18 പറഞ്ഞത് സ്റ്റോക്ക്. 18 520 ഉണ്ട്. പിന്നെ 14 നമുക്ക് ഡൽഹിയിലുണ്ട് വണ്ടി. ഹരിയാന മോഡൽ 320 കയ്യിലുണ്ട്. അതിന്റെ പ്രൈസ് നമുക്ക് വരുന്നത് 1350 ആണ്. ഓക്കെ, 13,50,000. പിന്നെ അതേപോലെ 16 വണ്ടിയുണ്ട്. അത് സെക്കൻഡ് ഓണർ ആണ്. ഏകദേശം 50,000 കിലോമീറ്റർ ഡ്രിവൺ നിയർ ബൈ. അതിന്റെ പ്രൈസ് നമുക്ക് വരുന്നത് 1650 ആണ്. 16,50,000 320 ഉണ്ട്. BMW 320. അപ്പോൾ അത് ആ സ്റ്റോക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അടുത്ത വണ്ടി പ്രീമിയം ഒക്കെ മാറി i20 ആണ്. പഴയ ഷേപ്പാണ്. 2009 മോഡൽ i20. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഏതാ, ഡീസലോ പെട്രോളോ? ഇത് പെട്രോൾ. അതായത് 1,29,000 ആണ് വണ്ടി ഡ്രിവൺ ആയിട്ടുള്ളത്. പക്ഷെ എന്താ പ്രത്യേകത വെച്ചാൽ ഒരു സാധനം റീപ്ലേസ്മെന്റ് ഇല്ല, ഒന്നുമില്ല. ഒറിജിനൽ സ്റ്റോക്ക് കണ്ടീഷനിലാണ് വണ്ടി ഉള്ളത്. ഓണർഷിപ്പ് എത്രയാ? സെക്കൻഡ് ഓണർ. ഈ ഇപ്പം AC വർക്ക് ഏകദേശം 25,000 വർക്ക് എടുത്തിട്ടുള്ളൂ. അവര് കസ്റ്റമർ എടുത്തതാണ്. പേപ്പർ പുതിയ എടുത്തോ? അല്ലോ, റിന്യൂവൽ എല്ലാം കഴിഞ്ഞതാണ്. ഇനി 5 years കഴിഞ്ഞിട്ട് റിന്യൂവൽ എപ്പോഴാണോ ചെയ്യേണ്ടത് ആ സമയത്ത് 2029 വരെ പേപ്പർ ഉണ്ടാവും. ഓക്കെ, വേറെ ഒന്നുമില്ല, വേറെ ഒരു റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് പ്രൈസ് വരുന്നത് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 2,10,000 ആണ് നമ്മൾ ചോദിക്കുന്നത്. 2,10,000 നെഗോഷ്യബിൾ ആണ്. എല്ലാ വണ്ടി നമ്മൾ നെഗോഷ്യബിൾ. നമ്മൾ പറയുന്നത് നിങ്ങളെ കസ്റ്റമേഴ്സിന് നമ്മൾ ബെസ്റ്റ് പ്രൈസിലാണ് കൊടുത്തത്. കാരണം നമ്മളെ കഴിഞ്ഞ വണ്ടിയെല്ലാം നമ്മൾ കൊടുത്തു അൽഹംദുലില്ലാ. അതെന്താന്ന് വെച്ചാൽ ബെസ്റ്റ് പ്രൈസിനാണ് നമ്മൾ കൊടുക്കുന്നതിനെ കൊണ്ടാണ് നമുക്ക് അൽഹംദുലില്ലാ ഇങ്ങനെ ഒരു ബിസിനസ് വരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ബിസിനസ് വരില്ലല്ലോ. നിങ്ങൾ പറയാലോ, നിങ്ങളിപ്പോൾ ഒരുപാട് കാലമായിട്ട് ഫീൽഡിലുണ്ടല്ലോ. അതെ, നമ്മൾ പ്രൈസ് ചിലപ്പോൾ ഹൈ ആയിട്ട് തോന്നും. പക്ഷെ നമ്മൾ കസ്റ്റമേഴ്സ് വിളിച്ച് നമ്മൾ ഈ പ്രൈസിൽ തരുമെന്ന് നോക്കിയാൽ ആ പ്രൈസ് കൊടുക്കുന്നുണ്ട് നമ്മൾ വണ്ടി. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രേക്ഷകർ ഒരിക്കലും ഡിസപ്പോയിന്റ് വരില്ല. അത് നമ്മൾ 100% ഗ്യാരണ്ടിയാണ്. ഇതും അതേപോലെ തന്നെ പാർക്കൽ സെയിലാണ്. പിന്നെ നമുക്ക് നോർമൽ ചെറിയ വണ്ടികൾ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഏൽപ്പിക്കാം, നമ്മൾ സെയിൽ ചെയ്ത് കൊടുക്കുക. 2,10,000 ഈ ഒരു വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. അടുത്ത വണ്ടിയിലോട്ട്. അടുത്തത് റീവണ്ടികളുടെ രാജകുമാരൻ, ഇപ്പോഴത്തെ രാജകുമാരൻ അല്ലേ? ഇന്നോവ ക്രിസ്റ്റ. ഒരു കാലത്ത് ഇന്നോവ ആയിരുന്നു. എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2019 ആണ്. കോഴിക്കോട് നമ്പറായ വണ്ടിയാണ്. കോഴിക്കോട് നമ്പറായി KL11 ഇപ്പോൾ ഉള്ളത്. ഇത് വെറും 42,000 കിലോമീറ്റർ ഡ്രിവൺ ആയിട്ടുള്ളൂ വിത്ത് സർവീസ് ഹിസ്റ്ററി. അത് ശരി. അതെ, ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. അവിടെ എവിടെയും കൂടി. അതെ, അവിടെയും കൂടിയിട്ട് സെക്കൻഡ് ഓണർ ആണ്. വെറും 42,000 കിലോമീറ്റർ. റീസെന്റ് സർവീസ് കഴിഞ്ഞിട്ടുള്ളൂ. 24 സർവീസ് കഴിഞ്ഞിട്ടുള്ളൂ. 17 പറഞ്ഞ മോഡൽ 2019 2.8 G ഓട്ടോമാറ്റിക്. 5 വർഷം കൊണ്ട് 5-6 വർഷം കൊണ്ട്. അതെ, 42,000. അതായത് ഇതിന്റെ എന്താ വെച്ചാൽ ഗ്രില്ല്, ഹെഡ്ലൈറ്റ്, ബമ്പർ, ഫ്രണ്ട് ബാക്ക് ബമ്പർ ഒക്കെ സെഡിലേക്ക് എന്ത് ചെയ്തതാണ് കൺവേർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നല്ല ക്വാളിറ്റി വണ്ടി. വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ആണ്. ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ആണ്. കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ടല്ലോ. അതെ, നല്ല ടയർ. 23 ടയറാണ്. ഏകദേശം 90% ടയർ അവൈലബിൾ ആണ്. ഇത് കമ്പനിയിൽ നിന്ന് തന്നെ മാറിയതാ? കമ്പനിയിൽ നിന്ന് മാറിയതാ. അതെ, ഹിസ്റ്ററിയിലുള്ളതാണ്. ഓൾറെഡി ഹിസ്റ്ററിയിലുള്ളത്. നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തതാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ. 2019 വാഹനമാണ്. ഏതോ ഓപ്ഷൻ പറയാ? 2.8 G ഓട്ടോമാറ്റിക് ക്രിസ്റ്റ. 2019 KL11 നമ്പർ ആയി കഴിഞ്ഞു. നിങ്ങൾ വേറെ ടാക്സോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് യൂസ് ചെയ്യാം. ഇനി അടുത്ത സർവീസ് എന്ന് പറഞ്ഞാൽ 52ലാണ്. അടുത്ത വർഷം ചെയ്താൽ മതി. 10 മാസം ഓടിയിട്ടില്ലെങ്കിൽ അടുത്ത വർഷം കിലോമീറ്റർ അനുസരിച്ചിട്ട് ചെയ്യാം. ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 1850 ആണ്. നെഗോഷ്യബിൾ ആണ്. നല്ല പ്രൈസ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കും. 18,50,000 രൂപയ്ക്ക് ഓട്ടോമാറ്റിക് G4 2019 കേരള നമ്പർ ആയി കഴിഞ്ഞ ഇന്നോവ ക്രിസ്റ്റ നിങ്ങൾക്ക് കൊണ്ടുപോകും. വൈറ്റ് കളർ. ഇതിന്റെ കിലോമീറ്റർ ഹൈലൈറ്റ് 42,000 കിലോമീറ്റർ ഡ്രൈവൻ ചെയ്തുള്ളൂ. 42,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. ഈ ഗ്ലാസ് വേറെ ഒന്നുമില്ല. വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും. ഇത് കേരളത്തിൽ ആയതിനു ശേഷം മാറിയതല്ല? അവിടെ തന്നെ മാറിയത്. ഓക്കെ, അപ്പോൾ
ലോൺ ചെയ്ത് കൊടുക്കണ്ടോ? നമ്മൾ ചെയ്യുന്നില്ല കസ്റ്റമേഴ്സിന്. എന്നാലും ആ ടൈം കൊടുക്കാമല്ലോ നമുക്ക്. ആ ടൈം കൊടുക്കാം, അതിന്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ, പക്ഷെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നില്ല. അതിന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ ആരെങ്കിലും ലോൺ ആവശ്യപ്പെട്ടിരുന്നോ? അതായത് നമ്മളൊരു GLC കൊടുത്ത കസ്റ്റമർ ലോണിന് വേണ്ടി നോക്കിയിരുന്നു, പക്ഷെ നമ്മൾ അതിന്റെ ടൈമും കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്ത് അവർ പ്രോസസ്സ് കാര്യങ്ങൾ ചെയ്ത് അവർ ചെയ്താണ്, നമ്മൾ ചെയ്തില്ല. അപ്പൊ ഇവരെ ഡയറക്റ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് എന്തായാലും ലോൺ അറേഞ്ച് ചെയ്യാനുള്ള ടൈമും കാര്യങ്ങളൊക്കെ പേപ്പേഴ്സ് ഒക്കെ തരും. നമ്മൾ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പൊ 18,50,000 രൂപയ്ക്ക് ഈ മുതലിനെ കൊണ്ടുപോകാം. അതെ, തീർച്ചയായിട്ടും. അടുത്ത വണ്ടിയിലോട്ടോ. ഇതാ വീണ്ടും ഒരു ക്രിസ്റ്റയാണ് നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം, ഇന്നത്തെ ഇവിടുത്തെ സ്റ്റോക്കിലെ അവസാനത്തെ വാഹനം അല്ലേ? അതെ, 2019 ആണ്. സെയിം മോഡലാണ്, സെയിം ഓപ്ഷനാണ് വരുന്നത്. 2.8 G ഓട്ടോമാറ്റിക്, 2.8G ഓട്ടോമാറ്റിക്. ഇത് 78,000 കിലോമീറ്ററാണ് ഡ്രിവൺ ആയിട്ടുള്ളത്. 78,000, മറ്റേ 42,000 ആയിരുന്നു. 78,000. ഇതിന്റെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ആണ്. നല്ല ടയേഴ്സ് ഉണ്ട്. ടയേഴ്സ് നാല് നല്ല ടയേഴ്സ്. നമ്മൾ എല്ലാ വണ്ടിക്കും നല്ല ടയേഴ്സാണ്. നമ്മൾ പറഞ്ഞില്ല കഴിഞ്ഞ ബാക്കിയുള്ള പ്രീമിയത്തിനൊന്നും പറഞ്ഞില്ല. ഇല്ല, പക്ഷേ എല്ലാത്തിനും നല്ല ടയേഴ്സ് ആണ്. അത്യാവശ്യം ഓടാനുള്ള ടയേഴ്സ് ഉണ്ട്. 22 ആണ് എല്ലോ ടയേഴ്സ് വരുന്നത്, മോഡൽ വരുന്നത്. പിന്നെ ഇതിന്റെ ഫ്രണ്ട് ഗ്ലാസ് അതേപോലെ തന്നെ റീപ്ലേസ് ആണ്. അതെ, ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ആണ്. വേറെ റീപ്ലേസ്മെന്റ് കാര്യം അതെ, കമ്പനി ഹിസ്റ്ററി. നമ്മൾ ഹിസ്റ്ററി ഉള്ള വണ്ടി ചെക്ക് ചെയ്തിട്ട് നമ്മൾ എടുക്കാറുള്ളൂ. ഹിസ്റ്ററി ഇല്ലാത്ത നമ്മൾ തൊടാറില്ല, നമ്മൾ ഹിസ്റ്ററിയിലേ ഇല്ല. അതെ, കാരണം നമ്മൾ എന്താ വെച്ചാൽ ഇപ്പൊ നമ്മളെടുത്ത് നിന്ന് എടുക്കുമ്പോൾ അവർക്ക് 100% സാറ്റിസ്ഫാക്ഷൻ വരുന്നല്ലോ. അപ്പൊ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പൊ കാരണം നമ്മൾ വണ്ടി കൊടുക്കൽ മാത്രമല്ല, ഒരു റിലേഷൻഷിപ്പിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. എത്ര പണി കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത്? കിലോമീറ്റർ തിരിച്ച വണ്ടികളൊക്കെ കുടുങ്ങിയിട്ടുണ്ടോ മുന്നേ? നമുക്ക് ഒരു അമേജ് കുടുങ്ങിയിട്ടുണ്ട്. അതെ, പക്ഷെ അത് നമ്മൾ എന്താ വെച്ചാൽ ടു ബി ഓപ്പൺ, ഞാൻ നമ്മൾ പേഴ്സണലി വീഡിയോയിൽ മുന്നേ സംസാരിച്ചല്ലോ. അതെ, അപ്പം ഞാനത് കിലോമീറ്റർ ജെന്യൂൻ ആക്കിയിട്ടാണ് കൊടുത്തത്. അതെ, കിലോമീറ്റർ ഹിസ്റ്ററി നോക്കി, സർവീസ് ഓൺഡേയിൽ കൊണ്ടുപോയി ഹിസ്റ്ററി നോക്കി, എന്നിട്ട് കറക്റ്റ് പ്രോപ്പർ കിലോമീറ്റർ അവർ സർവീസ് ചെയ്ത് ലാസ്റ്റ് ഉണ്ടാവല്ലോ, അതിന്റെ ഒരു എടുക്കുമ്പോൾ തിരിച്ചു വെച്ചാൽ നോക്കിയില്ല. അല്ല, അത് എന്താന്ന് വെച്ചാല് ഞാൻ പൊതുവെ ചെക്ക് ചെയ്യാറുണ്ട്. അന്നത്തെ ഒരു ദിവസം എനിക്ക് ഹെൽത്ത് ഇഷ്യൂ വന്നു. അപ്പൊ ഞാനൊരു അഡ്വാൻസ് പേയ്മെന്റ് ചെയ്തിരുന്നു. ഞാൻ കമ്പനിയിലേക്ക്, നമ്മൾ സാധാരണ അവിടുന്ന് കമ്പനി കൊണ്ടുപോകും, അല്ലെങ്കിൽ നമ്മളതായിട്ടുള്ള ചെക്കിങ് നമ്മൾ ചെയ്യും. അങ്ങനെ അപ്പോൾ കമ്പനി കൊണ്ടുവന്ന സമയത്ത് എനിക്ക് ഹെൽത്ത് ഇഷ്യൂ വന്നപ്പോൾ എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയ സിറ്റുവേഷൻ വന്നില്ല. ഞാൻ അവരെ വിശ്വാസം, നമ്മളൊരു കച്ചവടം എന്നൊരു വിശ്വാസം, നമ്മളങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. പിന്നെ നമുക്ക് ഓരോ ഗോഡ് പ്ലാൻ ആണ്, അത് നമ്മളെ മറികടക്കാന്നുള്ളൂ. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നോക്കാൻ പറ്റിയില്ല. പക്ഷെ നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി, കാരണം നമ്മൾ എല്ലാ വണ്ടിയും സർവീസ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ നമ്മൾ ഷോറൂം കൊണ്ടുപോയപ്പോൾ സർവീസ് കിലോമീറ്റർ ഇത് മാച്ച് ആവുന്നില്ല. ഏകദേശം 60,000 ഡിഫറെന്റ്. അതെ, കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, നമ്മൾ ജെന്യൂൻ ആക്കി. ജെന്യൂൻ എന്ന് പറഞ്ഞാല് 138 ആയിരുന്നു സർവീസ് ലാസ്റ്റ് ചെയ്ത് 23-ൽ. ഞാൻ 15-20,000 കിലോമീറ്റർ അപ്പ് ചെയ്തിട്ടാണ് കൊടുത്തത്. ആ കിലോമീറ്റർ ആക്കിയിട്ടല്ല, അതിന്റെ 20,000 അപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഇതാക്കിയത്. കസ്റ്റമറിനോട് പറഞ്ഞു, ഈ അഖിൽ എന്ന് പറഞ്ഞ ഒരു കസ്റ്റമർ കൊച്ചിയുള്ള, പുള്ളിനോട് കംപ്ലീറ്റ് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് സിറ്റുവേഷൻ, ഇതാണ് കറന്റ് സ്റ്റാറ്റസ്, നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണോ നിങ്ങൾ വണ്ടി എടുത്തോളി. അപ്പൊ പുള്ളി സാറ്റിസ്ഫൈഡ് ആണ്, അൽഹംദുലില്ലാ വണ്ടി കൊടുത്തു. അതെ, ബിസിനസ്സിലുള്ള. അപ്പൊ ഇത് 78,000 ആണ് ഡ്രിവൺ ആയിട്ടുള്ളത്. ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 1550 ആണ്. 15,50,000. ഇപ്പോ NOC-ലാണോ വണ്ടി? വിത്ത് NOC. 15,50,000 HP നമ്പർ ആണ്. HP ഹിമാചൽ പ്രദേശ് ആദ്യമായിട്ടാണ് കാണുന്നത്. നമുക്ക് 1-2 വണ്ടി വരാണ്ട് HP-ൽ. നമുക്ക് ഒരു ഫോർച്യൂണർ ഉണ്ട് 2018, വെറും 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതെ, സിംഗിൾ ഓണർ, വൈറ്റ് കളർ വണ്ടി, ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടി, പ്രോപ്പർ ഹിസ്റ്ററി, പീരിയോഡിക് കറക്റ്റ് പോയ വണ്ടി ഉണ്ട്. 2018 to 24 വരെ കറക്റ്റ് ഹിസ്റ്ററി ഉള്ള വണ്ടി. ലോ കിലോമീറ്റർ ഫോർച്യൂണറും കയ്യിലുണ്ട്. 4x4 നമ്മൾ ആസ്ക് ചെയ്യുന്നത് 28 ആണ്. 28. അതെ, 28 ആണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്കിപ്പോൾ 2.8 Z 2018-19 അവൈലബിൾ ആണ്. ലോ കിലോമീറ്റർ വണ്ടി ക്രിസ്റ്റ. അത് ഒന്ന് അല്ല, ഓട്ടോമാറ്റിക് Z ഫുൾ ഓപ്ഷൻ. അത് വരുന്നത് 65,000 കിലോമീറ്റർ, മറ്റേ ഗ്രേപ്പ് കളർ ഉണ്ടല്ലോ, ആ കളറാണ് വരുന്നത്, സിംഗിൾ ഓണർ. പിന്നെ ഒന്ന് സെക്കൻഡ് ഓണർ ആണ്, സെയിം HP നമ്പർ, അതും ലോ കിലോമീറ്റർ, 62,000 കിലോമീറ്റർ ഡ്രൈവാണ്. കമ്പനി ഹിസ്റ്ററി ഇല്ല, എല്ലാം ചെക്ക് ചെയ്താണ്. വേറെ പെൻഡിങ്ങിലുണ്ട് വാഹനങ്ങൾ. അതെ, പെൻഡിങ്ങിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ V വേണമെങ്കിൽ, മാനുവൽ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അത് 2017 ഉണ്ട്, 98,000 കിലോമീറ്റർ ഡ്രൈവൺ ആയിട്ടുള്ള വണ്ടി ഉണ്ട്. അതെ, നമ്മൾ സിൽവർ കളറാണ്,
കംപ്ലീറ്റ് ചെക്ക് ചെയ്തതാണ്, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, ജെനുവിൻ ക്വാളിറ്റി വണ്ടി. അത് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 12,50,000 രൂപ കൊണ്ടുപോകും. അപ്പൊ ഇതിന് 2019 ഓട്ടോമാറ്റിക് ആണ്, 15,50,000 രൂപയ്ക്ക് NOC പ്രൈസ്. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്, അതായത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ഒറിജിനൽ ക്വാളിറ്റിയിലുള്ളത്. ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ. തൽക്കാലം നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഏതൊക്കെ വണ്ടികൾ കാണിക്കണം, ഏതൊക്കെ വേണം എന്നുള്ളത് അതും കൂടി കമൻസിൽ നമ്മളെ വിളിച്ച് നമുക്ക് അതിനനുസരിച്ചുള്ള നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ മറ്റുള്ളവരുടെ ഒപ്പീനിയൻ നമുക്ക് കിട്ടുമ്പോഴല്ല നമുക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. തീർച്ചയായും. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി. ജുറേഷ് ഭായ്, ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ മച്ച്. ബൈ.